രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്ന് ഇന്നറിയാം. നിർണായകമായ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ പ്രവർത്തക സമിതിയും ഇന്ന് ഡൽഹിയിൽ ചേരും. രാഹുൽ നേതൃത്വം ഏറ്റെടുക്കണം എന്ന ആവശ്യവും ശക്തമാണ്. മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോഴും രാജ്യം ചർച്ച ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസും നടത്തിയ വൻ തിരിച്ചുവരവിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 തവണയും രണ്ടക്കത്തിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസ് ഇത്തവണ 100-ലെത്തി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രകളും മണിപ്പൂർ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലും പാർട്ടിക്ക് ഗുണമായി എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് രാഹുൽ വരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. 2019 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കിയ രാഹുൽ നിർണായക ചുമതലകൾ ഏറ്റെടുക്കാതെ മാറി നിൽക്കുകയാണ്. ഇന്ന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷ നേതാവായി രാഹുലിന്റെ പേര് നിർദ്ദേശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സോണിയാഗാന്ധി തുടരാനാണ് സാധ്യത. ഒരു പാർട്ടിക്കും 10% സീറ്റ് ഇല്ലാത്തതിനാൽ 2014 മുതൽ പ്രതിപക്ഷ നേതാവ് പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. മോദി സർക്കാർ അധികാരമേൽക്കും മുമ്പ് തന്നെ ഗുരുതര അഴിമതി ആരോപണവുമായി കളം പിടിക്കുകയാണ് രാഹുൽ ഗാന്ധി. 2029 ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണം എന്ന ആവശ്യം പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിക്കും. രാഹുൽ വയനാട് റായ്ബറേലി മണ്ഡലങ്ങളിൽ ഒന്നൊഴിവാക്കണം എന്നതിനാൽ ഉത്തരേന്ത്യയിൽ തുടരണം എന്ന ആവശ്യം കൂടുതൽ നേതാക്കൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയങ്ക മത്സരിക്കുന്നത് സംബന്ധിച്ചും ചർച്ച ഉയർന്നുവരും. ഡൽഹി അശോക ഹോട്ടലിൽ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. ഉത്തർപ്രദേശിലടക്കം മുന്നേറ്റമുണ്ടാക്കിയിട്ടും മധ്യപ്രദേശ്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ നേരിട്ട തിരിച്ചടി പ്രവർത്തക സമിതി ചർച്ച ചെയ്യും. യോഗത്തിന് ശേഷം ഉച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണും. ന്യൂസ് മലയാളം, ഡൽഹി.